ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. സർവ
സർവേശ്വര മംഗലത്തപ്പാ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ട് നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ പാരായണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാത്രമാണ് വൈകുന്നേരം, ബാക്കി എല്ലാ ദിവസവും പതിവ് പോലെ രാവിലെ തന്നെയായിരിക്കും. ഇന്നത്തെ ഒരു രാവിലെ ഇന്ന് നാമജപം നടക്കാനായിട്ടത് കാരണം നമുക്ക് അതും സാധിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നല്ല പ്രസന്നമായ കാലാവസ്ഥയിൽ ആ സായം സന്ധ്യയുടെ ആ മനോഹാരികയിലിരുന്നു കൊണ്ട് രാമായണം പാരായണം ചെയ്യാനായിട്ട് തേവര് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും, എല്ലാ ഗുരുകാരണവന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഭഗവാന്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാനെ ഓരോ നിമിഷവും മനസ്സ് ആ ഓരോ വരികളിലും ആ അക്ഷരം ബ്രഹ്മമാണ് എന്ന് പറയും. അപ്പോൾ ഓരോ അക്ഷരവും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഓരോ അക്ഷരത്തിലൂടെയും അത് രമിപ്പിച്ചുകൊണ്ട് അനുഭവമാക്കി തരണേ ഈ ഒരു പാരായണം എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കഭിർഗജംബൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പഭൂവാരി പരിപൂർണലോചനം മാരുതിം നമതേക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ. ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ. ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ. സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ. ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ. രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി
രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് ഇനി വായിക്കേണ്ടത് വാൽമീകിയുടെ പൂർവകഥയാണ് വായിക്കേണ്ടത്. ആ വാൽമീകിയോട് എവിടെയാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം എന്നുണ്ട്, എവിടെയാണ് അനുയോജ്യമായ സ്ഥലം പറഞ്ഞു തരൂ എന്ന് പറയണു. അപ്പോൾ എവിടെയാണ് ഞാൻ എവിടെ താമസിക്കണം, ഞങ്ങൾക്ക് ഈ പ്രദേശം വളരെ ഇഷ്ടമായി എന്ന് പറയണു. അപ്പോൾ പറയാണ്, ആ സംതൃപ്തരായിട്ടും സമദർശനമുള്ളവരായിട്ട് അന്യജീവികളിലൊന്നും ദോഷചിന്തയില്ലാണ്ട് ശാന്തരായിട്ട് ആരാണോ ഭഗവാൻ അവിടുത്തെ പാദപത്മങ്ങളെ ഭജിക്കുന്നത് അവരുടെ മനസ്സാണ് ആ സുഖവാസത്തിന് ഏറ്റവും യോജിച്ചത് എന്ന് പറയണു. അതുപോലെ നിത്യധർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സദാ ആ അവിടുത്തെ പാദപങ്കജങ്ങളെ ആരാണോ ഭജിക്കുന്നത് അവരുടെ ഹൃദയകമലം സുഖവാസത്തിന് ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ്. പതിവായി അഭയം പ്രാപിച്ച് ദ്വന്ദ്ഭാവങ്ങളോ മോഹങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിരന്തരം നാമം ജപിക്കുന്നത് ആരാണോ അവരുടെ മനസ്സിൽ സുഖമായിട്ട് വസിച്ചോളൂ എന്ന് പറയണു. അതുപോലെ ശാന്തരും അഹങ്കാരമില്ലാത്തവരും രാഗദ്വേഷങ്ങളാകുന്ന ഒക്കെ അകന്നിട്ടുള്ള രാഗവും ദേഷ്യവും ഒക്കെ അകന്നിട്ടുള്ള മനസ്സുള്ളവരൊക്കെ ഉണ്ടല്ലോ. അതായത് കല്ല് കണ്ടാലും സ്വർണം കണ്ടാലും അവർക്ക് ഒരേ ഭാവമാണ്. അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവരുടെയൊക്കെ അങ്ങനെയുള്ള ശ്രേഷ്ഠ ബുദ്ധികളുടെ മനസ്സിൽ സുഖമായിട്ട് വസിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ വസിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ സുഖമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ സുഖത്തോടു കൂടി ആനന്ദത്തോടു കൂടിയിട്ട് അങ്ങനെ ആനന്ദത്തോടു കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ ആ ശ്രീരാമൻ നമ്മളെയൊക്കെ രമിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ സന്തോഷിക്കുക, ഇഷ്ടമില്ലാത്തത് കിട്ടുമ്പോൾ ദുഃഖിക്കുക, അങ്ങനെയൊന്നും അല്ലാണ്ട് എല്ലാം ഈശ്വരേച്ഛ എന്ന് കരുതിക്കൊണ്ട് ഒന്നിലും അമിതമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ കണ്ട് ആരാണോ കഴിയുന്നത് അവരുടെ മനസ്സിൽ സുഖമായിട്ട് വസിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ജനനം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ ആറ് ഭാവങ്ങളിലാണ്. അപ്പോൾ ഭേദങ്ങളൊക്കെ ചിന്തിച്ച് നോക്കിയാൽ ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം. വിശപ്പും ദാഹവും എന്നൊക്കെ എങ്ങനെ ഉണ്ടാവണു, ആ സുഖദുഃഖാദികളൊക്കെ എങ്ങനെ ഉണ്ടാവണു, ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആരാണോ അങ്ങയെ ഭജിച്ചുകൊണ്ട് അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് കഴിയുന്നത് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സുഖമായിട്ട് താമസിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞതാ വാൽമീകി തൻ്റെ പൂർവചരിതം പറയണു. എന്തിനു വേണ്ടിയിട്ടാണ് വാൽമീകി തൻ്റെ കഥ തന്നെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമസ്വാമിക്ക് അറിയാഞ്ഞിട്ടല്ല, നമ്മളെപ്പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളും ഇവിടെ വന്നിട്ട് ഇപ്പോൾ മുല്ലോർലി തേവരടുത്ത് വന്നിട്ട് നമുക്ക് ആ അനുഗ്രഹം തേവരുടെ ഉണ്ടായ ഒരു കഥയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മളും പറയുമല്ലേ, ആ തേവരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളതിനെ പറയുന്നത് എന്താ, നമുക്ക് അനുഭവമായ കാര്യങ്ങൾ നമ്മളിലൂടെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഭവം കൊണ്ട് അവർക്കും ആ ഭഗവാനിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് പറയണത്. അപ്പോൾ വാൽമീകിയുടെ കഥ മുതലാണ് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കേണ്ടത്. ജാനകീ ജീവനസ്മരണം വാൽമീകിയുടെ പൂർവകഥ അങ്ങനെ ഉണ്ടോ അതിൽ? അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വായിക്കേണ്ടത് കർണാമതന്തവ നാമമാഹാത്മ്യമോ എന്ന് തൊട്ടിട്ടാണ് വായിക്കേണ്ടത്. അത് എത്രാമത്തെ പേജിൽ? കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമില്ലല്ലോ.
ചിന്മയനായ നിന്നാമഹിമയായി ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രാദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മപകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചെഞ്ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നെഞ്ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചെൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേകതാം. സപ്താമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദുഷ്ടാസ സംഭ്രമാമെന്നോടരുൾ ചെയ്തു. ഹരേ നമ. നാരായണ നാരായണ നാരായണ. എണ്ണ തൊട്ടത്തെ അകയുന്നെയിൽ തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടാമതേ പരമാർത്ഥം പറകന്നു. തുഷ്ട്യാ മുനീവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കത്രയും പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു. വേഗേന വന്നു ഞാൻ ചെന്നാർ മുനീവരന്മാരും അതു ചൊന്നാർ മുനീവരന്മാരും അതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു. വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടു പോയി ചെന്നു പുത്രധാരാദികളോടു ചോദ്യം ചെയ്തൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കണോ? ഒരു ദിവസം ആ കഥകൾ വാൽമീകി പറയാണ് തൻ്റെ നാമജപത്തിൻ്റെ മഹത്വം. അത്രയും കാതുകൾക്ക് അമൃതമായിട്ടുള്ള അങ്ങയുടെ രാമനാമത്തിൻ്റെ മഹത്വം എത്രയും വർണ്ണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുല്ലോർലി തേവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ തേവരുടെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഒന്ന് രാവിലെ സംസാരിച്ചപ്പോൾ പറയുകയാണ്, തേവരുടെ കാര്യം എന്നോടാണ് അമ്മ പറയണത്, ഞാനാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നമ്മുടെ ഷീല പറഞ്ഞു. കാരണം നടക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നടന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ വരും, തൊഴാൻ വരും, ഞാൻ തേവരുടെ നടയിലേക്ക് നടന്ന് തന്നെ വരും എന്ന് പറഞ്ഞില്ലേ, തേവരെന്നെ കൊണ്ടുവന്നില്ലേ എന്ന് പറയണ പോലെയാണ് ഇപ്പോൾ അവിടെ പറയണത്. എന്താ അവനവന് അനുഭവമാകുമ്പോൾ അതിൻ്റെ തീവ്രത ഉണ്ടാവുമല്ലോ. അപ്പോൾ പറയാണ് എന്നെ പോലെ അത് വർണ്ണിക്കാൻ ആർക്കും പറ്റില്ല, കാരണം ഞാനത് അത്രയും അനുഭവിച്ചതാണ്. ഒരു കാട്ടാളനായിട്ടുള്ള ഞാനിപ്പോൾ ബ്രഹ്മർഷിയായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ നാമം മാത്രം ഞാൻ ഉപാസിച്ചത് കൊണ്ടാണ് എന്ന് പറയാണ്. ദുർബുദ്ധിയായിട്ട് പണ്ട് നമ്മൾ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളിങ്ങനെ ഓർമ്മിച്ച് പറയാന്ന് പറയില്ലേ, അതുപോലെ പറയാണ്. പണ്ട് ദുർവൃത്തനായിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ദോഷങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല. ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണ്, പക്ഷെ ബ്രാഹ്മണൻ്റേതായിട്ടുള്ള യാതൊരു നിഷ്ഠകളും ഞാൻ പാലിച്ചില്ല. ശൂദ്രസ്ത്രീകളുടെ ഒക്കെ കൂടെ ശൂദ്രാചാരങ്ങളുടെ, ശൂദ്രം എന്ന് വെച്ചാൽ ജാതിയല്ല,
അതായത് ചീത്തയായിട്ട് നടക്കുന്ന സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാണ്ട് ജാതിയല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ജാതിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ വഴിവിട്ട് നടക്കുന്ന സ്ത്രീയുടെ കൂടെ കൂടിയിട്ട് കാരണം എന്താ പറയുക, മധുരാക്ഷിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടി. അത് ധാരാളം കുട്ടികളുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു, കള്ളന്മാരോടും കൊള്ളക്കാരുടെയൊക്കെ കൂടെ, അവരായിരുന്നു എൻ്റെ കൂട്ടുകാർ, അവരുടെ കൂടെയൊക്കെ കൂടിയിട്ട് കൊള്ളത്തരമൊക്കെ പഠിച്ചിട്ട് എല്ലാവരെയും നാണല്ലാണ്ട് ഞാനിത് അമ്പും വില്ലും എന്നിട്ട് എത്രയോ ജീവികളെ ഞാൻ ആഹാരത്തിന് വധിക്കാനൊന്നും അല്ലാണ്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഹരമാണ്. ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ അതൊന്ന് ചെയ്യാൻ തോന്നും. അപ്പോൾ ആഹാരത്തിന് ഞാൻ എത്രയോ ജീവികളെ അങ്ങനെ വെറുതെ വധിച്ചു. അതുപോലെ എത്രയോ ബ്രാഹ്മണരെ കൊള്ളിയടിച്ചു. അങ്ങനെ ഒരിക്കലും സപ്തർഷികൾ ഈ വഴിക്ക് വന്നപ്പോൾ അവരെയും ഞാനിതാ പിടിച്ച് പറിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവർ ആ സൂര്യനെ പോലെ തേജസ്വികളായിട്ടുള്ള അവർ എന്നോട് ചെന്നപ്പോൾ അവർക്ക് എന്നെ കണ്ടപ്പോൾ അവർ സാധാരണ ആൾക്കാരെന്താ ചെയ്യുക, ഇങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ പേടിച്ച് പരിഭ്രമിക്കുമല്ലോ. അവർക്ക് അത്ര വലിയ പരിഭ്രമമൊന്നും ഉണ്ടായില്ല. അവർ പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ, അത് കേട്ടിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താണ് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങളെ വധിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയും. അപ്പോൾ പറയും, എനിക്ക് പുത്രന് കുറേ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അവരെയൊക്കെ ഞാൻ ഇതുപോലെയാണ്, അവരുടെ വിശപ്പൊക്കെ ദാഹമൊക്കെ ദാഹിച്ചിരിക്കണം, അവരുടെ വിശപ്പും ദാഹവും മാറ്റാൻ എൻ്റെ തൊഴിൽ ഇതാണ് എന്ന് പറയും. അത് പറയുമ്പോൾ ചോദിക്കും, ശരി ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവാം, നിൻ്റെ തൊഴിൽ നീ ചെയ്തോളൂ, പക്ഷേ അതിന് മുമ്പ് നീ ഒരു കാര്യം നീ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അത് അവർ ആ നയത്തിലൂടെ പറയുകയാണ്, ആ ഒരു ഭാവത്തിൽ ഒരു കാര്യം അത് ഞങ്ങൾക്ക് തോന്നുകയാണ്. നീ വീട്ടിൽ ചെന്ന് ചോദിക്കണം, നീ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് നീ ചോദിക്കുക, ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ പാപമൊക്കെ പങ്കിട്ടാൽ നിങ്ങൾ അനുഭവിക്കുമോ, അതോ ഞാൻ ചെയ്യണ ഈ പാപങ്ങളെ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ, മൃഗങ്ങളെ കൊന്നിട്ടും ബ്രാഹ്മണന്മാരെ പീഡിപ്പിച്ചിട്ടും വധിച്ചിട്ടും സ്വത്തൊക്കെ കൈക്കലാക്കിയിട്ടല്ലേ നിങ്ങളെ. അപ്പോൾ അതിൻ്റെ ആ പാപത്തിൻ്റെ ഫലം നിങ്ങളും കൂടി അനുഭവിക്കുമോ എന്നൊന്ന് പോയി ചോദിച്ചിട്ട് വരും. എന്നിട്ട് അതിന് ശേഷം ഞങ്ങളിവിടെ തന്നെ നിൽക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഏതോ ഒരു സുഹൃതം നമ്മുടെ ഉള്ളിൽ എത്ര ആളുടെ ഇടയിലും ഒരു നന്മ ബാക്കി നിൽക്കുമെന്ന് പറയും. എത്ര ഇതായാലും അവൻ്റെ ഉള്ളിലൊരു നന്മയുണ്ടാവും എന്നാണ് പറയുന്നത്. എത്ര ദുഷ്ടനായിക്കോട്ടെ, ആ ദുഷ്ടൻ്റെ ഉള്ളിൽ ആ നന്മയെ ഉണർത്താൻ നമുക്ക് സാധിച്ചാലാണ് അവനെ നന്നാക്കാൻ പറ്റുക. അപ്പോൾ ഈ സപ്തർഷികളല്ലേ, അവരുടെ വാക്ക് കേട്ടപ്പോൾ അത് ശരി എന്ന് തോന്നിക്കുകയാണ്. അപ്പോൾ വേഗം പറഞ്ഞു, അത് കേട്ടപ്പോൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞതാ മടങ്ങി ആ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മത്പുത്രധാരാദികളോട് ചോദ്യം ചെയ്താൻ, ദുഷ്കർമ്മ സഞ്ചയം കൊണ്ടു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി, തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ, മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കണോ, സത്യം പറയണമെന്നു ഞാൻ ചൊന്നതീനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമാഗണബലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചൊരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന വന്നു നമസ്കരിച്ചിടിനാൻ. നിത്യാതബോധന സംഗമാഹേതുന ശുദ്ധമായി വന്നിതന്നന്തകരണവും തെക്വാധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധോ. ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെനിക്ക് എന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം
സ്പഷ്ടമിത്യുക്ത പതീതം പതാന്തികേ ദുഷ്ടാ മുനീവരന്മാരും അരുൾ ചെയ്തു. അവിടെ ചെന്ന് ആ ഭാര്യയോട് ചെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ ഉത്തരം പറയണു. ഞാൻ ചെന്ന് ചോദിക്കുന്നു, പാപമൊക്കെ നിങ്ങൾ അനുഭവിക്കുമോ, സത്യം പറയണമെന്ന് പറയുമ്പോൾ പറയണു, അവനവൻ ചെയ്യണ കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്, അല്ലാണ്ട് വേറൊരാൾ അനുഭവിക്കാനൊന്നും പോണില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവന് ഓരോന്നും ചെയ്യണത് അവനവൻ തന്നെ അനുഭവിച്ചാണ്. ഞങ്ങളത് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് ആവില്ല, ഞങ്ങൾ എടുക്കണമില്ല. ആവും എന്നിട്ടെങ്കിൽ തന്നെ അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ നമ്മളും പറയില്ലേ, ചെയ്യാത്ത തെറ്റിന് ഞാനെന്തെങ്കിലും ശിക്ഷ അനുഭവിക്കാനെന്ന് ചോദിക്കില്ലേ. അതുപോലെ ആ സാധാരണക്കാരിയായിട്ടുള്ള ആ സ്ത്രീ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ കേട്ടപ്പോൾ ആ പെട്ടെന്ന് ആകെ വിഷമത്തോട് കൂടിയിട്ട് ഇത്രയും കാലം ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഇതൊക്കെ ചെയ്തത് അല്ലേ, ആ ചെയ്ത അവർ തന്നെതാ ഇങ്ങനെ പറയണു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേവലം ഒരു കാട്ടാളൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കല്ല നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ നമ്മൾ ആ സത്യത്തിനെയും നീതിയെയും ഒക്കെ ലംഘിച്ചുകൊണ്ടും ആ ധർമ്മത്തിനെ വെടിഞ്ഞുകൊണ്ടൊക്കെ നമ്മളുടെ വീട്, കുടുംബം, ഭാര്യ, മക്കൾ എന്നുള്ളപ്പോൾ നമുക്ക് നിസ്സാരമായിട്ടൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും അത് സാരമുള്ളത് തന്നെയാണ്. അതൊക്കെ നമ്മളതിനൊക്കെ ലംഘിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതൊക്കെ കഴിയുമ്പോൾ ഒടുവിൽ എന്താ ഉണ്ടാവുക, അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുക തന്നെ വേണം, അല്ലാണ്ട് അവരല്ല അനുഭവിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ടേ അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ എന്താണെന്ന് തോന്നണ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്കതിനൊരു വില കാണില്ല. പക്ഷേ അതുകൊണ്ടാണ് ഓരോ ദുരിതങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതുപോലെ ആ വിരക്തി ഉണ്ടായി എന്ന് പറയുകയാണ്. അത് ശരിക്കും അതിനൊരു കാരണം ഉണ്ടായതെന്ന് വെച്ചാൽ അത്രയും ആ മഹാത്മാക്കളായവരുടെ സംഘം ഉണ്ടായതുകൊണ്ടാണ് ആ മനസ്സിന് അങ്ങനൊരു മാറ്റം ഉണ്ടായത്. അതാണ് സത്സംഗത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. സത്തുക്കളായിട്ട് സംഘം ചെയ്താൽ ക്രമേണയായാലും നമ്മുടെയൊക്കെ മനസ്സ് മാറും. അപ്പോൾ ആ ഒരു സംഘം കൊണ്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സങ്കടം വന്നിട്ട് തിരിച്ചു പോയിട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സംഘം കൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോട് കൂടിയോണ്ടാണല്ലോ എനിക്കിങ്ങനെ എന്നോട് നിങ്ങളിങ്ങനെ പറഞ്ഞതും ഞാനത് ചോദിച്ചതും ആ വീണ്ടും വിചാരം എൻ്റെ ഉള്ളിലുണ്ടാക്കിയതും നിങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ മഹാത്മാക്കളായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പാദത്തിൽ ഞാനിതാ നമസ്കരിക്കുകയാണ്. എന്നിട്ട് ഇനി അമ്പും വില്ലൊക്കെ ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു, ഈ സംസാരത്തിൻ്റെ ഈ നരകമാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താഴാൻ പോവുമായിരുന്നു ഞാൻ. അത്രയും നരകത്തിൽ പതിക്കേണ്ടതായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങി എന്നെ നിങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കണം, ശരണാർത്ഥികളെ രക്ഷിക്കുക എന്നുള്ളത് മഹാത്മാക്കൾക്ക് ഭൂഷണമല്ലേ എന്ന് പറഞ്ഞിട്ടതാ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അപ്പോൾ അവർ പറയണു, ഉത്തിഷ്ഠഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ സദ്യാബലം വരും സജ്ജനാ സംഗമാൽ വിദ്യജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യാതബോധനന്മാരും വിചാരിച്ചു, ദുർവൃത്തനേറ്റം ദ്വിജാധമനാം ഇവൻ ദിവ്യാജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ടോഭിവാം. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന. ഇത്യുക്ത രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാൽ നിത്യം മരാമരേതി ജപിക്ക നീ, നിത്യാമരാമരത്യേവം ജപിക്ക നീ. ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനാരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. യഥാമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യാപഥഗമിച്ചിടിനാർ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.
ഇത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് അലിയാണ് ചെയ്യണത്. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും എഴുന്നേൽക്കൂ, നിനക്ക് നല്ലതുണ്ടാവുള്ളൂ, നിനക്ക് മനഃശാന്തി ഉണ്ടാവും, സജ്ജന സമ്പർക്കം കൊണ്ട് ഉള്ള ഫലം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞിട്ട് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അവർ പരസ്പരം ആലോചിച്ചു. ഏറ്റവും പെട്ടെന്ന് പാപം തീരാനായിട്ടുള്ള മന്ത്രത്തിൽപ്പെട്ട ഒന്നാണ് താരകമന്ത്രം എന്നുള്ള രാമമന്ത്രം. അപ്പോൾ ആ രാമമന്ത്രത്തെ നേരിട്ടിട്ട് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ രാമമന്ത്രത്തിനെ സ്വീകരിക്കാനുള്ളൊരു പക്വതയും ശക്തിയൊന്നും വന്നിട്ടില്ല. കാരണം താരകമന്ത്രം ആയ രാമമന്ത്രം അതീവ എന്താ പറയുക, അതിന് അഗ്നിയുടെ ചൂട് എന്നൊക്കെ പറയും നമുക്ക്. അതായത് നമുക്ക് ഇപ്പം നമ്മൾ പറയില്ലേ, സൂര്യഗ്രഹണ സമയത്ത് നമ്മളോട് പറയും നേരിട്ട് സൂര്യനെ നോക്കരുത്. എന്താ നേരിട്ട് നോക്കിയാൽ നമ്മളുടെ കണ്ണിൽ അത് അറിയില്ല, സൂര്യരശ്മികൾ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവർ അത്രയ്ക്കുണ്ട് നമ്മുടെ കണ്ണ്. അപ്പോൾ അതുകൊണ്ട് പറയും ഏതെങ്കിലും കണ്ണട വച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചാണകമുള്ളത് അതും അത്ര നന്നല്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ചെയ്യാന്ന് പറയും. അതെന്തുകൊണ്ടാണ് നേരിട്ട് നോക്കിയാൽ. അതുപോലെ തന്നെയാണ് ഈശ്വരൻ്റെ തേജസ് നമുക്കെന്താ ഭഗവാനെ കാണാൻ പറ്റാത്ത, ഭഗവാനെ അനുഭവിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഭവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണില്ല. ആ ഭഗവാനെ കാണാനുള്ള പവർ നമ്മുടെ കണ്ണിനില്ല. ഇപ്പോൾ വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ കഥകൾ പറയും. അതായത് അവിടെ ഇന്നും രാസലീല നടക്കുന്ന സ്ഥലമാണ് നിധിവനം. ഇപ്പോഴും അതെ, വൈകുന്നേരം ഒരു 6 മണി 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ തൊഴുത് എല്ലാവരും പുറത്തേക്ക് നടക്കും. പക്ഷിമൃഗാദി മനുഷ്യന്മാർ പോട്ടെ, ഇതൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയ നിയമമാണെന്ന് വിചാരിക്കാം. പക്ഷേ ആ സമയം കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ വാനരന്മാരും പക്ഷികളും അങ്ങനെയൊക്കെ നിറച്ചുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവർ പോലും പുറത്തേക്ക് പോണത് അത്ഭുതമായിട്ട് നമുക്ക് അവിടെ നിന്ന് വീക്ഷിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ അവിടെ ആരതിയും പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാനുള്ള അവിടെ മെത്തയൊക്കെ പൂമെത്തയൊക്കെ വിരിച്ചു വെച്ച് അതിന് അവർക്ക് കഴിക്കാനുള്ള പാലും അതുപോലെ ആഹാരമൊക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് എന്തെങ്കിലും മധുരപലഹാരമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് അതുപോലെ പല്ല് തേക്കാനായിട്ടുള്ള വസ്തുക്കൾ അതുണ്ടാക്കി വയ്ക്കും. പിന്നെ വെറ്റിലയും ചർവണത്തിനുള്ള അത് മുറുക്കാൻ അവിടെ ഒക്കെ റെഡിയാക്കി വെച്ച് വാതിൽ പൂട്ടി ഇറങ്ങും. അത് പൂട്ടി ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് കിടന്ന വലിയൊരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ അവിടെയും പൂട്ടി പുറത്തേക്ക് ഇറങ്ങും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇങ്ങനെ പറയണ്ടേ, പലരും ഇങ്ങനെ ഇരുന്നു. ചിലർക്ക് കണ്ണ് കാണാണ്ടായി, ചിലർ മരിച്ചുപോയി. ഈശ്വര ശാപം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അത് ശാപമല്ല, അത് കാണാനില്ലാത്ത, കണ്ടാലും അതിനെ പറ്റാത്ത ഒരു പവർ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് സാധിക്കില്ല എന്ന് പറയണേ. എത്രയോ മഹാത്മാക്കൾ ഭഗവാന്റെ രാസലീലകളെ കാണാനായിട്ട് ആ നിധിവനത്തിൽ വെച്ചിട്ട് തന്നെ കണ്ടിട്ടുള്ള മഹാത്മാക്കളുണ്ട്. ഹരിദാസ് ഗോസ്വാമിയെ പോലെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അത്രയും നാമം ജപിച്ച് ഉപാസിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ രാസനൃത്തമൊക്കെ നടത്തിയിട്ടുള്ളതായിട്ട് ചരിത്രങ്ങളിൽ പറയാം. അപ്പം നമ്മൾക്ക് അതിനുള്ള ശക്തി വരണം. അതും നാമജപത്തിൻ്റെ കാര്യത്തിലായാലും അതെ. അറിവുള്ള മഹാത്മാക്കളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതുകൊണ്ടാണ് അവർ പറയണത് ഓം നമഃ ശിവായ ജപിച്ചോളൂ. കാരണം നമ്മുടെ പവർ അനുസരിച്ചിട്ടാണ് തരിക. ഏതെങ്കിലും അത് അങ്ങനെ ആ മന്ത്രം ഈ മന്ത്രം ആ മന്ത്രങ്ങളൊന്നുമല്ല തരിക, നമ്മളുടെ ഇതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഉള്ളു പരിശുദ്ധമാവണം എന്നുള്ളതാണെങ്കിൽ പറയുമ്പോൾ ഓം നമഃ ശിവായ ജപിച്ചോളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സംതൃപ്തിയാവില്ല. നമ്മൾ വിചാരിച്ച ഒരു മന്ത്രമല്ലല്ലോ നമുക്ക് കിട്ടിയെന്ന് തോന്നും. പക്ഷേ അതിനെ ആ ഒരു വാക്കിനെ എന്ന് പറയുമ്പോൾ അത് എന്ത് സാധനം എന്നൊക്കെ എന്ന് വിചാരിച്ച് ജപിക്കാണ്ടിരിക്കുകയല്ല ചെയ്ത് അവർ വരിയിരുന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനെ ആ ഈശ്വരവാക്യമായിട്ട് അതിനെ അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു രത്നാകരൻ എന്നുള്ള കാട്ടാളൻ അവിടെ മര എന്ന് ജപിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ രാമനാമത്തിൻ്റെ മഹത്വം, ഹരേ രാമ മന്ത്രം രാമനാമൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയായാലും അതിൻ്റെ പവർ ശക്തി ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് രാമ എന്നുള്ളത് മാന്ന ആദ്യം പിന്നെ രാന്നും പറഞ്ഞു. പക്ഷേ മന്ത്രത്തിന് ശക്തിയുണ്ട്. ആ ശക്തി ചെറിയ ഡോസായിട്ട് കൊടുക്കുക എന്ന് പറയണല്ലേ. അങ്ങനെ കൊടുത്തിട്ട് അത് ആ നമ്മുടെ ഉള്ളിലെ ആ പാപങ്ങളൊക്കെ നീങ്ങി ആ നാമത്തിനെ താരക മന്ത്രത്തിനെ
ഉൾക്കൊള്ളാനുള്ളൊരു ശക്തി വരുമ്പോൾ തന്നെത്താനെ തന്നെ അത് രാമമന്ത്രമായിട്ട് മാറുന്നുണ്ട്. അത്രയും മഹത്വം ഏറിയതാണ് ആ രാമമന്ത്രം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അറിഞ്ഞ് ഉപാസിക്കുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം അറിഞ്ഞ് നമ്മൾ ഉപാസിക്കണം. വെറുതെ നാമം ജപിച്ചിട്ട് കാര്യം. ഓരോ നാമം ജപിക്കുമ്പോഴും അതിൻ്റെ മഹത്വം അറിഞ്ഞ് ഉപാസിച്ചാൽ ആ ഉപാസനയ്ക്ക് വളരെയധികം ശക്തിയുണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു മംഗളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഉപദേശം ആ താപസന്മാർ പരസ്പരം ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഇത്രയും വലിയ നടപടിക്കാരനാണ് ഇയാൾ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും അവനെ ഉപേക്ഷിച്ചതുമാണ്. പക്ഷേ ഇവനെ രക്ഷിക്കാൻ, നമ്മളോട് ശരണം പ്രാപിച്ച് അവനെ രക്ഷിക്കേണ്ടത് നമ്മളോട് അത് നമ്മുടെ കടമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധമാണ് അവന് നൽകേണ്ടത്. പക്ഷേ താരകമന്ത്രം നേരെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മര എന്ന് തിരിച്ച് പറയണു. മര എന്ന് മനസ്സിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ജപിക്കൂ. ഇനി ഈ വഴിക്ക് ഞങ്ങൾ വരണത് വരെ ജപിക്കണം എന്ന് പറഞ്ഞു. നമ്മളോടൊക്കെ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കാലത്തോട്ട് പോയി നേരം വരെ ഇനി അവർ വരാനൊന്നും മുകളിൽ ഞാനിവിടെ ഇരുന്ന് ജപിക്കാലേ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് പോകും അല്ലേ. നമ്മളാവുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഏകാഗ്രത ഇല്ല അപ്പോഴേ. അതുകൊണ്ടാണ് നമ്മളോട് അരമണിക്കൂർ എന്നും ഹരേ രാമൻ ജപം അരമണിക്കൂർ നിത്യം അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരേ സമയത്ത് വീട്ടിലിരുന്ന് അരമണിക്കൂർ നാമം ജപിക്കുക. അതിൻ്റെ അതുപോലും ജപിക്കാൻ നമുക്കൊരു മാസം അങ്ങനെ ജപിച്ച് നോക്കുന്നു. നമ്മളിൽ ആര് ജപിച്ചിട്ടുണ്ട് ആ ഒരു മാസം ഒരേ സമയത്ത് അരമണിക്കൂർ ഇരുന്ന് നാമജപം? ആരും ജപിച്ചിട്ടില്ല. ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം അനുഭവമാവും. അങ്ങനെ അതുപോലും നമുക്ക് സാധിക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു കാലത്ത് ത്രേതായുഗത്തിലൊക്കെ ഇത്രയും ദുഷ്ടത ചെയ്യണ ആൾക്ക് പോലും മനസ്സിന് ഏകാഗ്രത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയണേ. നമുക്ക് മനസ്സിന് ഏകാഗ്രതയില്ല. ഇവിടെ നമ്മൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ രാമായണം വായിക്കുന്നുണ്ട്, രാമായണം പറയുന്നുണ്ട്, രാമായണം കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരാളും ഈ ശരീരം ഇവിടെ ഇരിക്കുക. നമ്മളൊക്കെ ഏതൊക്കെയോ സ്ഥലത്താണ്. പലരും അങ്ങ് മനസ്സുകൊണ്ട് നോക്കിയാൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കണില്ല എന്നുള്ളൊരവസ്ഥയ്ക്ക് വന്ന് കയറുക. അപ്പോൾ അതുകൊണ്ട് ആ ഇതൊക്കെ കേൾക്കുമ്പോൾ അതും കൂടി ആലോചിക്കണം. അന്നത്തെ ആ തീവ്രത വരണ വരെ ജപിക്കൂ എന്ന് പറഞ്ഞതാ അവിടെ ഇരിക്കുന്നു. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രായുഗം കഴിയോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു ഒറ്റും മറഞ്ഞു ചമഞ്ഞിതു ഭാഗ്യവും താപസേന്ദ്രന്മാര് അന്നെഴുന്നള്ളിനാൾ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശൂനാകൂതരാൽ വാൽമീകി മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാർക്കഭിദാനവും ചെയ്താർ വാൽമീകി മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹൂരാന്മായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെ ആയിച്ചമഞ്ഞിടിനേൻ ഇന്നു സീതാസുമിത്രാത്മജനോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നാതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി വലിച്ചു കരുണാജലാനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണാനിപൂണാ ത്രിദശാകുലപദേ ജാനകീ ജീവനസ്മരണം. ആ നാമം ജപിച്ച് 1000 വർഷങ്ങളോളം ഇരുന്നു എന്നാണ് പറയണേ. അത്രയും കാലം നാമം ജപിച്ച് അവിടെ ഇരുന്നു. ആ നാമത്തിൽ ലയം കിട്ടിയപ്പോൾ പിന്നെ ഒന്നും അറിയാണ്ട് ആ നാമത്തിൽ മാത്രമായിട്ട് തീർന്നു. ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ കണ്ട് ആ നാമജപത്തിൽ തന്നെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ മുനീന്ദ്രന്മാർ വന്നിട്ട് അനുഗ്രഹിച്ചു. ആ പുറ്റിൽ ശരീരം മുഴുവനും ആ പുറ്റ് തിന്ന് അത്രയും ദ്രവിച്ചു പോയായിരുന്നു. അവരുടെ കയ്യിലുള്ള കമണ്ടലൂലെ തീർത്ഥമൊക്കെ തളിച്ച് അനുഗ്രഹിച്ചപ്പോൾ ആ പുഷ്ടിയോടുകൂടിയുള്ള ശരീരം ലഭിച്ചു. ആ വാൽമീകത്തിൽ നിന്നുണ്ടായത് അടുത്തൊരു ജന്മം പോലെയാണ് പറയണേ.
ആ വാൽമീകി എന്ന് പേര് കൊടുത്തു. അങ്ങനെ അന്ന് നാമം ജപിച്ചതിൻ്റെ ഫലം ഇന്ന് എനിക്ക് ലഭിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ സീതാസമേതനായിട്ട് ലക്ഷ്മണനോടുകൂടി കാണാൻ സാധിച്ചുവല്ലോ. അത്രയും നാമം ജപിച്ചതിൻ്റെ പുണ്യമാണ് ഞാൻ അനുഭവിച്ചത് എന്ന് അദ്ദേഹം പറയണു. സീതയാ സാർദ്ധം വസിപ്പതീനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളി ഞാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതന മുനി ചിത്രകൂടാചല ഗംഗയോരന്തര ഉടജം തീർത്തുമാ മുനി തെക്കും വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷീവിമോഹനമായി 2 ശാലയും നിർമ്മിച്ച ഇവിടെ ഇരിക്കുന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവിടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരാമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. മന്ത്രിപ്രവരനം പന്ത്രീവരനം സുമന്ത്രരൂമേറിയോരന്തശുജാജന്നയോധ്യ ബുക്കീടിനാൻ വസ്ത്രേണ വക്തവും ആച്ഛാദ്യ കണ്ണുനീര് അത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്ര ജാതോത്തം സമേ ജയ. തരം ചൊല്ലി സുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ അതിപ്പാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയാതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു. ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും ഹാ രാമ ഹാവ ഗുണവാരിതേ ലക്ഷ്മണ വാരീജലോചന ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപനോടുൾത്താപമോടരുൾ ചെയ്തു സുമന്ത്രരും. അവിടെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് അവിടെ ഉത്തമമായിട്ടുള്ള ചിത്രകൂടത്തിലെ ഉത്തമമായിട്ടുള്ള ഒരു പർണശാലയൊക്കെ കെട്ടി അവിടെ വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഇവിടെ ആ സുമന്ത്രര് തിരിച്ചു വന്നിട്ട് ഉള്ള ആ രംഗങ്ങളാണ്. അപ്പോൾ ദശരഥൻ ദുഃഖത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ് അവരെവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ അവരെ വിട്ടുപിരിഞ്ഞ് ദുഃഖത്തോട് കൂടിയിട്ട് കരയണ സമയത്ത് ആ സുമന്ത്രര് അവരോട് പറയുകയാണ്, ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയന്തവാജ്ഞയാ ശൃംഗരാഖ്യാപുരാസമീതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശന്തരെ കണ്ടു തൊഴുതിതു. ശൃംഗവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും വരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചും ഖേദമെന്നെക്കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ജ്വൽഗാപിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖാമശേഷവും ധന്യവാക്യാമതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാനാ പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂകണങ്ങളും വാർത്തു സദ്ഗദ്ഗതം ശശ്രൂപാദായേഷു സാഷ്ടാംഗ നമസ്കാരം
തോണീകരേറി ഗുഹനോടുകൂടവേ പ്രാണാവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവർത്തനായിടിനൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇഷ്ടമായൊരു കൈകേയിക്ക് രാജ്യമോ ദുഷ്ടമാനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതി നിപ്പാപി എന്തു പിഴച്ചിതു ദൈവമേ ദൈവമെല്ലാം വരുത്തി തനിയെ പരിവേദനം ചെയ്വതീനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൾ പുണ്ണിയിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമല്ലാതെ മം ഖേദിപ്പിക്കായിക നീ പ്രാണപ്രയാണമെടുത്ത തപോധനൻ പ്രാണാവിയോഗേൻ ശപിച്ചതു കാരണം ദുഃഖമുൾക്കൊണ്ടു മരിക്കാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവേശനായി വാഹിനി തീരെ വനാന്തരേ മാനസാമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ ഇരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നേർഗോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധോ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലംബോഗതമിതി ചിന്തിച്ചുടന്നാദവേദിനം സായകം തദായ പാചാപേ ദൃഢമയച്ചിടിനൻ ഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷാവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേവാഹന്താഹദോഹം വിധേവൃത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്ക് ദാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ട് ഞാൻ അതീസസ്ഥനായത്ര ജന്നത്തലോടും തഥാ താപസാ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ജന്യൻ മുന്നീതുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമാപരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയ വിവേശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേന ദീപാപിയായുള്ളൊരു ഞാൻ പ്രാണം കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ ചെന്നു വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മാതാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പുണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയുക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം ഭരിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശൈല്യോദ്ധാരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കെത്തി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതായോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്ക് പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റം മുന്നമെല്ലാം സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദവിന്യാസജധ്വനികൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ എന്തു മൂലം മമാനന്ദന വേഗേന തണ്ണീർത്തരീക നീ സാദരം യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യ നമസ്കരിച്ചത്രയും വീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ
പൃഥ്വീവരഞ്ഞന്റെ ശാരദനെന്നു പേര രാത്രൗവനാന്തേ മൃഗയ വിവേശനായി സാധൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നെന്ന തീരെ മൃഗാശയ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയും അതുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനോ എന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്യതിതു തവ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോട് ചൊല്ലിനാൻ ഞാനും അതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദവങ്കജാമിന്നിയെ മറ്റില്ല പാപിയായോരടി എന്നവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ ഇത്തമാകർണ്യ കരഞ്ഞവാരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ പുത്രനെ വീടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മേ എടുത്ത ദീനതയോടു മകനുടൽ കാട്ടിനാൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടൂതലോടീതനായ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാൻ നീ നല്ലാജിതാ ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ജിതാ കൂട്ടി ഞാൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്താരി ലോകം ഗമിച്ചു വാണിടിനാൻ വൃദ്ധാതബോധനാൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമ സത്യമായും വരാ മന്നവാനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ ഹാ രാമ രാമപുത്ര ഹാ സീതേ ജനകയേ ഹാ രാമലക്ഷ്മണ ഹാ ഗുണംബുദേ നിങ്ങളോടും വിരിഞ്ഞൻ മരണം പുനാരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കൂസുരാലയം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. അവിടെ ആ ശ്രീരാമസ്വാമി അവിടെ സുഖമായിട്ട് ആ പർണശാലയിൽ താമസിക്കുന്ന സമയത്താണ് സുമന്ത്രർ തിരിച്ചു വരുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇവിടെ പറയണത്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് കരയുകയും വിഷമിക്കുകയും കരയാനൊക്കെ കാണുമ്പോൾ കൗസല്യ പറയണു, എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ, ഇത് തന്നെത്താനായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യമല്ലേ, ആദ്യമേ തന്നെ കൈകേയിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആ രാജ്യമൊക്കെ കൊടുക്കായിരുന്നില്ല, ആരും തടയില്ലായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്തിനാ അങ്ങനെ ദുഃഖിക്കണേന്ന് പറയും. അപ്പം പറയും, ദുഃഖം കൊണ്ടാണ് ഞാൻ മരിക്കാൻ തുടങ്ങുകയാണ്, എന്നെ നീയും പുണ്ണിൽ കൊള്ളി വയ്ക്കണ പോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് എന്നെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് തൻ്റെ അനുഭവ കഥയെ പറയുകയാണ്. പണ്ടൊരിക്കൽ മൃഗയാ വിനോദത്തിന്, അതാണ് അപകടം ഉണ്ടായത്. നായാട്ടിനല്ല പോയത്, മൃഗയാ വിനോദത്തിന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ മൃഗയാ ശബ്ദം കേട്ട ദിക്ക് നോക്കിയിട്ട്, ആളെ കാണുമൊന്നും വേണ്ട, ഇരുട്ടായാലും കുഴപ്പമില്ല, ശബ്ദം കേട്ട ദിക്ക് നോക്കിയിട്ട് സായകം അയക്കാൻ സാധിക്കുക എന്നുള്ളൊരു വിദ്യ പഠിച്ചിട്ടുണ്ട്. ആ വിദ്യയെ പ്രയോഗിച്ച് നോക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ വിദ്യ എപ്പോഴും നമ്മൾ സ്വായത്തമാക്കുമ്പോൾ എന്താ കൂടുതൽ ശ്രദ്ധ വേണ്ടത് കേൾവിക്കാണ്. കാരണം ഒരേപോലത്തെ പല ശബ്ദങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ അത് തന്നെയാണോ? അപ്പോൾ ആന വെള്ളം എടുക്കണതും കുടത്തിൽ വെള്ളം നിറയ്ക്കണ ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ ആവും, പക്ഷേ അത് നല്ലോണം ഇതുപോലെയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ശരിക്കും അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയണം എന്നുള്ളതാണ്. പക്ഷെ എന്താ ചെയ്യണേ, പെട്ടെന്നുള്ള ആ ഒരു ഭാവം കൊണ്ട് അശ്രദ്ധമായിട്ട് ചെയ്തത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടാണ് ആ കുടത്തിൽ വെള്ളം എടുക്കുന്ന ആ ബാലനെ, മുനികുമാരനെ ആനയാണെന്ന് കരുതിയിട്ട് അമ്പ ചെയ്ത് വീഴ്ത്തിയത്. കാരണം അദ്ദേഹം ഇപ്പോൾ വനാന്തരത്തിന് ചുറ്റും ക്രൂരമൃഗങ്ങളുടെ
ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടല്ല. അദ്ദേഹം മൃഗയാവിനോദത്തിന് തന്നെ പോയിട്ട് ഏതെങ്കിലും ഒരു ജീവി വരാൻ വേണ്ടി അതിൽ പറയണ്ടല്ലോ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു നദീതീരത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ആ കാത്തിരിക്കുകയെന്ന് വെച്ചാൽ അത് ശരിക്കും ധർമ്മത്തിന് യോജിച്ച ഒരു കാര്യമല്ല. അങ്ങനെ അനാവശ്യമായിട്ട് ജന്തുക്കളെയൊക്കെ വധിക്കുക എന്നുള്ളതേ അതതിൽ യോജിച്ച ഒരു കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു കർമ്മം ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഒരു ദോഷമായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് വന്നു തീരുന്ന കർമ്മദോഷങ്ങളൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെ വരണതാണ്. കാരണം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വരണത്. ഇപ്പോൾ ഈ ഒരു കൈകേയിയുടെ അടുത്തും ആ അശ്രദ്ധ, രാജാവായാലും രാജാവാണെന്നുള്ള നിലമറന്നിട്ടുള്ള ശ്രദ്ധയായി അവിടെ അതെ അല്ലേ. സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ വരും വരായികളെയൊന്നും ആലോചിച്ചില്ല. അപ്പോൾ അങ്ങനെ അവനവൻ ചെയ്യുന്ന ഇത് തന്നെയാണ് നേരത്തെ വാൽമീകി പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ. നമ്മുടെ വാക്കുമെൻ പ്രവർത്തിയും പൊരുത്തമായിരിക്കണം, ഒരുത്തനും എന്നിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കണം എന്നാ പറയുക. വാക്കും പ്രവൃത്തിയൊക്കെ നമുക്ക് പൊരുത്താവണം. ഒരു വാക്കൊരു നിലയ്ക്ക് പ്രവൃത്തി വേറൊരു നിലയ്ക്ക് അങ്ങനെ പാടില്ല. നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്കൊന്നും ദുഃഖമില്ലാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ മുനികുമാരൻ്റെ അടുത്ത് നിന്ന് കാല് പിടിച്ച് കരഞ്ഞപ്പോൾ മുനികുമാരൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനല്ല, അതുകൊണ്ട് ബ്രഹ്മഹത്യാപാപമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് ജലം കൊണ്ടുപോയി. ആ ജലം കൊണ്ടുപോയി ആ അച്ഛനമ്മമാർക്ക് ആ ജലത്തെ പകർന്നു കൊടുത്തതിന് ശേഷം, അവരുടെ ദാഹം ശമിപ്പിച്ചതിന് ശേഷം ഈ ഒരു വൃത്താന്തം പറയുകയല്ല ചെയ്തത്. ചെന്നിട്ട് കാൽപെരുമാറ്റം കേട്ടപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ മോനെ എത്ര വൈകിയത്, എത്ര നേരമായി ദാഹിച്ച് വിശന്നിരിക്കണമെന്നാണ് ചോദിക്കണത്. അപ്പോൾ ആ സമയത്ത് ആ ദാഹജലം ഒഴിച്ചു കൊടുത്തെങ്കിൽ അവർ രണ്ടുപേരും ദാഹജലം കൊടുത്ത അങ്ങനൊരു അപ്പോഴും പരിഭ്രമം അത് ചെയ്ത് അതാ പറഞ്ഞ ഒരു കാര്യം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിഭ്രമം കൊണ്ട് വേണ്ടത് വേണ്ട പോലെ തോന്നാത്തൊരവസ്ഥ വരും. അപ്പോൾ തന്നെ പറയും ഞാൻ മോനല്ല എന്നുള്ള ആ കാര്യം പറഞ്ഞിട്ടതാ ഈ വസ്തുത പറയണു. സ്വന്തം കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയുണ്ട് ദാഹവും വിശപ്പൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ വേഗം പറയണു, അവിടെ കൊണ്ടുപോകൂ, ആ കുട്ടിയുടെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൻ്റെ അടുത്തേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ചിത കൂട്ടിയിട്ട് ഞങ്ങളെ എല്ലാ 3 പേരെയും ഒരുമിച്ച് ദഹിപ്പിക്കാനാണ് പറയണത്. അങ്ങനെ അപ്പോൾ അങ്ങനെ ആ ചിത കൂട്ടിയിട്ട് പോണ സമയത്ത് പറഞ്ഞു, നീ പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ആ സമയം ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞതാണ്. ആ പുത്രദുഃഖത്തോട് കൂടിയിട്ട് ഒരു മക്കളും ഉണ്ടായില്ല, അടുത്ത് ആരും ഉണ്ടായില്ല. കാരണം ഭരതനും ശത്രുഘ്നനും കൈകേയിയുടെ ഗൃഹത്തിലേക്ക് പോയേക്കല്ല കേകയ രാജാവിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ആരും ഇല്ലാണ്ട് ഒരു മക്കളെ പോലും കാണാതെ കണ്ടത് അവിടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറയാം. ജാനകീ ജീവനസ്മരണം ദുഃഖിച്ചു രാജ. സമയം ഒന്ന് പറയോ? സമയം ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറീസ സംഭ്രമം അന്തപ്പുരാമകമ്പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാകൂതരാപാലകൻ തന്നുടൽ കേടുവന്നിടവൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം, വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയാ രാജാമകമ്പുക്കു ചൊല്ലുക. മാതുലനായ ആയുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതീ വിദ്രുതൻ ചെന്നു ചെൽകെന്നു അയച്ചിടിനാൻ. സത്വരം കേകയാ രാജാമകമ്പുക്കു ആയുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ
ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതു. കുമാരന്മാരും ഏതാനുമെങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടയോധ്യാപുരി ബുക്കു. സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്പാദവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനാമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ മടിയിൽ വച്ചുത്തമാങ്കെ മുകർനാശു ചോദിച്ചിതു. ഭദ്രമല്ലേ മത്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറയകനി. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതീനുത്തരമായ ആശുഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെ വീടെ വസിക്കുന്നു മാതാവേ. മാതാവിനെ പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടി കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തിത ഉൾപ്പോവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറയുന്നതു കേട്ടു തൽപ്രിയാമാശു കൈകേയിയും ചൊല്ലിനാൻ എന്തൻ മകനെ ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. ഗുരുവായൂരപ്പ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലായിടവും കീർത്തി വരത്തിയ സത്പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നതു കേട്ടോ ഭരതനും ശോണീതലേ ദുഃഖവിഹ്വലാചിത്തനായി വീണു വിലാപം തുടങ്ങിനാനത്രയും. ഹാദാദാ ദുഃഖസമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങ് പോയിക്കൊണ്ടു പിതാവേ ഗുണാനിധേ. ഞങ്ങൾക്കുമാരുമുടയറിനീ ദൈവമേ. പുത്രനീ വണ്ണം കരയുന്ന നേരമുദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിംബലം. ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ രാജ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശാചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനക സുദേതി. പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ എന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരീകത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാജ്യാഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ടൊരു നേരത്തു മന്നവൻ രാമൻ അഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവാപിത. പണ്ടൊന്നതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റേതും. ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചാൻ സത്യപരായണനായ നരപതി ബുദ്ധിതലം നിനക്കും തന്നു. രാമനെ കാനനാവായ വാസത്തിനായ യച്ചിടിനാൻ. ജാനകീദേവി പാതിവൃത്യമാലംബ ഭർത്താതമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പുക്കാനറിയുന്ന മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു. പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നധിപൂണ്ടിയിടിനാൻ. കണ്ടു നിർന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ.
നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പിനല്ലാകിലോ കാളകൂടം കുടിച്ചിടുകിന്നല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ വല്ല കണക്കിനും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുന്നതു മൂലം ഇത്തരം മാതരം ഭസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യ പൊക്കാൻ പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർനീടിനൻ കണ്ണുനീരോടും മെലിഞ്ഞതീ ഖിന്നയായോരു കൗസല്യ ചൊന്നീടിനാൾ കർമ്മദോഷാമിതെല്ലാം അകപ്പെട്ടത് ഇതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനോ മനോജാതനും സീതയും ചീരാംബരാജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നമാക്കിയിടിനാൻ നിർദ്ദയം ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ വ്യകൽപതേ നാഥാ ഭഗവൻ മമ നന്ദനായി വന്നു യാതനായിടിനാൻ കേവലാമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നില്ലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധി ഫലമം തുലോം ഇത്തം കരയുന്ന മാതാവു തന്നെയും ഞത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരാമാനസായാകിതു കൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത്രയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതാജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം ബ്രഹ്മാത്മജനം വസിഷ്ഠമുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനാ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ അക്കഥാ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ണരൽ ചെയ്തു വസിഷ്ഠനും ഖേദം മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യാപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മത്യദുഃഖങ്ങളും രാജഭോഗങ്ങളും ഭുക്തായഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്യ ബഹൂധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷഭം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർദ്ധാസനം ദുർലഭം വൃത്രാരിമുഖ്യാത് ദശൗഖവന്ദ്യന ആനന്ദത്തോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തിയെത്രാമ്പൂതുകിടുന്നു ജാനകീ ജീവനസ്മരണം. പൂർവവൃത്താന്തം എല്ലാം പറഞ്ഞതിന് ശേഷം ദശരഥ മഹാരാജാവ് അവിടെ മക്കളെ കാണാണ്ട് പുത്രദുഃഖത്താൽ ആ ശാപം പോലെ തന്നെ മരിച്ചു. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ എല്ലാവരും കരയണ കേട്ടു. ആ സമയത്ത് ശിഷ്ടം വന്നിട്ട് പറഞ്ഞു കുട്ടികളെ വേഗം കൊണ്ടുവരാനായിട്ട് അയച്ചു. കേകയ രാജ്യത്തേക്ക് പോയിട്ട് ഭരതനെയും ശത്രുഘ്നെയും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ ഭരത ശത്രുഘ്നന്മാർ വരുമ്പോൾ തന്നെ വഴിയിൽ മുഖമായിട്ടുള്ള ആ അയോധ്യ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അപകടമുണ്ട് എന്ന് തോന്നി. അങ്ങനെ ആ അമ്മയുടെ അടുത്ത് വന്നപ്പോഴും ആ അപകടം എന്തോ ഒരു അപകടമുണ്ട്. കാരണം
അമ്മ ഒരിക്കലും അച്ഛൻ്റെ കൂടെയല്ലാണ്ട് ഇരിക്കണത് ഭരതൻ കണ്ടിട്ടില്ല. എപ്പോഴും അച്ഛൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ അച്ഛനെ കാണാനില്ല. അപ്പോൾ അച്ഛൻ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അതാ പറയണു, അച്ഛൻ്റെ മരണവൃത്താന്തം പുത്രനെ അറിയിക്കണു. അപ്പോൾ അതാ മരിക്കണ നേരത്തെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാമനെയും സീതയും ലക്ഷ്മണനെയൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അതെന്താ, അപ്പോൾ അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൈകേയി ആ ഉണ്ടായ സംഭവങ്ങളെ വിവരിക്കുമ്പോൾ അതൊരിക്കലും ഭരതന് താങ്ങാൻ കഴിഞ്ഞില്ല. ഭരതൻ അവിടെ നിന്ന് ആ ക്രോധത്തോടു കൂടിയിട്ട് വളരെയധികം വിഷമിച്ചുകൊണ്ട് എന്തൊക്കെയാ നമുക്ക് പറയില്ല, ക്രോധം തടുക്കാൻ പറ്റാണ്ടാകുമ്പോൾ എന്തൊക്കെയാ പറയാമെന്നറിയില്ല. അതുപോലെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു, ഞാനിനി ജീവിച്ചിരിക്കില്ല. കാരണം ഈ അമ്മയുടെ ഇങ്ങനെയുള്ള ഒരാളുടെ വയറ്റിൽ പിറന്നതല്ലേ ഞാൻ, ഗർഭത്തിൽ പിറക്കാനിട വന്നത് എൻ്റെ മഹാപാപം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇനി സംസാരിക്കില്ല. ഞാൻ ഇനി തീ ചാടി മരിക്കുക, വിഷം കുടിക്കുക, എന്തെങ്കിലും ചെയ്യും. ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞതാ. അവിടെ നിന്ന് കൗസല്യ ദേവിയുടെ അടുത്ത് പോണു. ദേവി വേഗം ആ സമയത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു രംഗം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളെപ്പോലെയുള്ളവർ എന്താ ചെയ്യുക, ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഏറ്റവും വലിയ വഴക്കാണ് അല്ലേ. ആ കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, മനസ്സറിയാത്തതാണ് ഭരതൻ എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മളൊക്കെ പ്രതികരിക്കുക അല്ലേ. കടക്കരുത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഇവിടെ നിന്ന് ഈ അവരും കൂടിയിട്ട് ഇവിടുന്ന് പോയത് കൊണ്ടാണ് ഇതൊക്കെ വന്നത്. അവർ 3 പേരും കൂടിയിട്ട് ജടാവൽക്കലം ഏന്തിയിട്ട് ഇവിടെ പോയപ്പോൾ അത് എന്നെ ദുഃഖക്കടലിലായിട്ടിട്ട് അവരിവിടുന്ന് പോയി. എനിക്ക് ദുഃഖം വിട്ട് മാറുന്നില്ല. സാക്ഷാൽ അപ്പോഴേക്കും ആ ഒരു ഓർമ്മ വന്നു. പ്രസവിച്ച സമയത്ത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്ന കൗസല്യക്ക് ദർശനം കൊടുത്തുല്ലോ. അപ്പോൾ കൗസല്യ പറഞ്ഞിട്ടാണ്, എനിക്ക് ലാളിക്കാനും ആശ്ലേഷിക്കാനും പാകത്തിനൊരു പുത്രനായിട്ട് എൻ്റെ മുമ്പിൽ വരണം എന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് അത് ഓർമ്മ വന്നു ദുഃഖത്തിൻ്റെ തീവ്രതയിൽ. പറഞ്ഞു, ഭഗവാൻ തന്നെ എൻ്റെ മകനായിട്ട് പിറന്നിട്ട് പോലും എൻ്റെ ദുഃഖങ്ങൾ വിട്ടുമാറുന്നില്ല. അതാണ് വിധിയുടെ ഫലം എന്ന് പറയുന്നത്. അനുഭവിക്കാനുള്ളത് എന്തായാലും അനുഭവിച്ച് തന്നെയാകണം എന്നെല്ലാം പറഞ്ഞ് കരയുമ്പോൾ പറയണു, ഞാൻ അമ്മ എന്നെ കുറിച്ചിട്ട് അമ്മ ദുഃഖിക്കരുത്. ഞാൻ ഇങ്ങനെ രാജ്യാഭിഷേകം മുടക്കിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളാണ് ഞാനിത് അറിഞ്ഞിട്ടില്ല. അഥവാ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 ബ്രഹ്മഹത്യാപാപം ചെയ്തത് അതിൻ്റെ പാപം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. ബ്രഹ്മദേവൻ്റെ പുത്രൻ വസിഷ്ഠനെയും ധർമ്മപത്നിയായ അരുന്ധതിയെയും വധിച്ചിട്ട് ഉണ്ടാവണ പാപം അനുഭവിക്കാൻ തയ്യാറാണ്. എല്ലാ പാപവും ആ പാപങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ മനസ്സാവാച അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ആ അമ്മ ആ ഒരു രംഗാണ്. അവിടെയാണ് ഇതാണ് സ്നേഹം എന്ന് പറയണത്. ഏതവസരത്തിലും ഉള്ളിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം ഇതുപോലെയാണ് പ്രകടിപ്പിക്കുക. ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞ്, എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ആ അമ്മ ആ മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ വച്ചിട്ട് ദുഃഖത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ആ മകനെ ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയാണ് നമ്മളിതാ ഇവിടെ കാണണത്. ആലോചിച്ച് നോക്കുക, അങ്ങനൊരു ഭാവം അപൂർവമായിട്ടേ കാണുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് രാമായണം പഠിപ്പിച്ചു തരുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സിൻ്റെ ആ സമചിത്തത കൈവിടാണ്ട് വിചാരത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കണം എന്ന് അല്ലേ. ദുഃഖത്തിൻ്റെ ഇതിൽ എന്തെങ്കിലും പറയും, വഴക്കുണ്ടാക്കുകയും വക്കാണുണ്ടാക്കുകയും തമ്മിത്തല് കൂടുകയല്ല വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഇവിടെ മനസ്സിലാക്കണം. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിരുപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദീഹീനൻ ജഗത്കാരണൻ ദേഹമത്യർത്ഥം
ജഡം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിംബലം മൃത്യുവശാത്മനം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറാവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ഓരോന്നും നമ്മളെ എല്ലാം എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ ഓരോന്നും വായിക്കുമ്പോൾ തന്നെ അത് ഊന്നി വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതോ നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം ജനിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതൊരു അവസ്ഥയെ എന്നോർക്കേണമെല്ലാം സ്വകർമ്മവശകതം. അപ്പം ഇങ്ങനെയാണ് എല്ലാം അവനവൻ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് വരുന്നത് അല്ലേ. ജനിച്ചവർ മരിക്കാണ്ടിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയോ? മരിക്കാണ്ടിരിക്കാൻ ഒരു വഴിയുണ്ട്, ജനിക്കാണ്ടിരിക്കുക. അതാണ് ഒരു വഴി. അപ്പോൾ ആ ജനിക്കാണ്ടിരിക്കാൻ അപ്പം എന്താ വഴി? ജനിക്കാണ്ടിരിക്കണമെങ്കിൽ ആ ജനന മരണങ്ങൾക്ക് കാരണമായിട്ടുള്ള എന്താണോ അതിനെ ഇല്ലാണ്ടാക്കണം. അതിനെന്താ കാരണം? നമ്മളുടെ കർമ്മങ്ങളാണ് കാരണം. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നേടുന്ന പുണ്യപാപങ്ങളെ കൊണ്ടാണ് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പറയും പുണ്യവും പാപവും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയണത് ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളായാലും സുഖമായാലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാനാണെങ്കിൽ എന്നുവെച്ചാൽ സുഖമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് വിരോധമില്ല, അതിനെ ഉപേക്ഷിക്കണമെന്നില്ല. അതിനോട് മനസ്സുകൊണ്ട് ആസക്തി ഉണ്ടായിട്ട് ഒട്ടാഞ്ഞാൽ മതി, അല്ലാണ്ട് ഉപേക്ഷിക്കണമെന്നൊന്നുമില്ല. നല്ല വസ്ത്രം ധരിക്കാൻ കഴിയും, നല്ല രീതിയിൽ ജീവിക്കാനൊക്കെയുള്ള പരിതസ്ഥിതി ഉണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞ് മലിനമായുള്ള വസ്ത്രങ്ങൾ വൃത്തികെട്ട് നടക്കണമെന്നൊന്നുമില്ല. അതിനെ സ്വീകരിക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനോട് ഒട്ടലുണ്ടാവരുത്. ഇന്ന് നല്ലത് കിട്ടി നാളെ ഒരു കീറിയത കിട്ടിയെങ്കിൽ ആയിക്കോട്ടെ, അതായത് സാരമൊന്നുമില്ല. ആ ഒട്ടലില്ലാണ്ട് കഴിയാൻ സാധിക്കണം ജീവിതത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും സുഖങ്ങളാണെങ്കിൽ സുഖങ്ങളെ നമ്മൾ അനുഭവിച്ച് തീരാണ്ട് പറ്റില്ല, സുഖം അനുഭവിക്കണം. ദുഃഖങ്ങളാണെങ്കിൽ ആ ദുഃഖങ്ങളെയും അനുഭവിക്കണം. ഈ സുഖവും ദുഃഖവും അനുഭവിച്ച് രണ്ടും സമമാവുമ്പോഴാണ് അത്രയും മനുഷ്യജന്മം കിട്ടുക. സുഖദുഃഖങ്ങളുണ്ടല്ലോ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട്. ഈ പുണ്യവും പാപവും പുണ്യവും പാപവും തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുക. പുണ്യം സൽക്കർമ്മങ്ങളെ കൊണ്ട് പുണ്യം, ദുഷ്കർമ്മങ്ങളെ കൊണ്ട് പാപം. പാപങ്ങളാണ് രോഗങ്ങളും ദുരിതങ്ങളും മറ്റുള്ള ദുഃഖങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വന്നു ചേരുന്നത്. ആ പുണ്യം എന്നുള്ളത് നമുക്ക് നമ്മളീ പറയണത് സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും ക്ഷേത്ര ദർശനത്തിനും അതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ ലൗകികമായിട്ടുള്ള ഇതിലായാലും നോക്കുമ്പോഴും നല്ല ഒരു ഇതിൽ ജീവിക്കുക, അതൊക്കെ നമ്മുടെ പുണ്യത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ ഈ പുണ്യവും പാപവും അവസാനിച്ചാൽ മാത്രമേ മുക്തനാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പുണ്യത്തിനെയും അനുഭവിക്കണം, പാപത്തിനെയും അനുഭവിക്കണം. അനുഭവിച്ചാൽ മാത്രം പോരാ, ഇനിയും അതിനെ നേടാണ്ട് നോക്കണം. അപ്പോൾ എന്താ? കർമ്മം ചെയ്ത ഫലം ഉണ്ടാവും. ഒന്നിലോ പുണ്യമാണ് അല്ലെങ്കിൽ പാപമാണ്, എന്തായാലും ഫലം ഇല്ലാണ്ടിരിക്കില്ല, ഏതെങ്കിലും ഒരു ഫലം ഉണ്ടാവും. അത് ഏത് ഫലം വന്നാലും അത് പിന്നെ ജന്മമരണത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ എന്താ ചെയ്യണേ? എല്ലാ കർമ്മങ്ങളും ഇതിൽ പറയണില്ലേ, മുജ്ജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചൻ ജനിമരണങ്ങളെനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ. എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വരനോട് സമർപ്പിക്കും. ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാണ്ട് നല്ലത് ചെയ്തിട്ടായാലും അതെ, നമ്മുടെ നന്മ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെയൊക്കെ തെറ്റും പറ്റാം. എന്ത് ചെയ്താലും അത് ഞാനായിട്ട് ചെയ്യണു എന്നുള്ള ഭാവത്തിൽ ചെയ്യാതെ കാരണം അത് ഭഗവാന് സമർപ്പിക്കുക. എന്തായാലും അത് ഈശ്വരന് സമർപ്പിച്ചിട്ടാണെങ്കിൽ ആ പുണ്യപാപങ്ങൾ. അതുകൊണ്ടാണ് യുദ്ധം ചെയ്യണ സമയത്ത് എന്നിൽ സമർപ്പിച്ചിട്ട് ചെയ്യൂ അർജുന, നീയാണ് ചെയ്യണത് എന്നുള്ള ഭാവം വെടിയൂ എന്ന് പറയണില്ലേ. അപ്പോൾ അത് ആ ഭാവം വെടിഞ്ഞിട്ട് ചെയ്യൂ, കർമ്മം ചെയ്യൂ എന്ന്. കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പാടില്ല.
കാരണം ആ കർമ്മം ചെയ്യണം എന്നുള്ളത് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് ആ കർമ്മം. അപ്പോൾ ആ കർമ്മത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, കർമ്മം ചെയ്യുക തന്നെ വേണം. അല്ലാണ്ട് കർമ്മം ചെയ്യാണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. വെറുതെ ഇരിക്കുന്ന ആളുടെ പോലും അവരും ശ്വസിച്ചുകൊണ്ടിരിക്കില്ല, അതൊരു കർമ്മമല്ലേ. അപ്പോൾ കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ആണെങ്കിൽ ആ ജനന മരണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനിച്ചവർക്കും ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതാർക്കും തടുക്കാൻ പാടില്ല. ഏതെങ്കിലും വിധത്തിൽ അത് വന്നു ചേർന്നു എന്ന് വരും. അപ്പോൾ അതിനെ അപ്പോൾ എന്താ ചെയ്യണേ, നമ്മൾ ഒരു വസ്ത്രം കീറിക്കളഞ്ഞാൽ ജീർണിച്ച വസ്ത്രത്തിനെ ഉപേക്ഷിച്ചിട്ട് നല്ല വസ്ത്രത്തിനെ സ്വീകരിക്കുന്നത് പോലെ ഇതാ ഈ ശരീരത്തിൻ്റെ ആ പ്രാരാബ്ധം അവിടെ തീരുമ്പോൾ, ആ ശരീരം പ്രാരാബ്ധം തീരുക അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ജീർണിക്കുക, രണ്ട് നിലയ്ക്കുമുണ്ട്. പ്രാരാബ്ധം തീർന്നാൽ അതിനെ ചില കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളുടെയൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഈ കുട്ടികളൊക്കെ അവരുടെ പ്രാരാബ്ധം തീർന്നു പോണതാണത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാരണം നമ്മൾ അത്രയും ഈ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഉപ്പുകല്ല് വായലിട്ടിരിക്കണ ഒരു തവളയുടെ കഥ പറഞ്ഞു തരും. ആ തവള ഉപ്പാണ് അതിന് ഉപ്പ് അപ്പോൾ പഞ്ചസാര തിന്നണ തവളയാണ്. അപ്പോൾ പഞ്ചസാരയ്ക്കാണ് മധുരം, ഉപ്പിന് ഇതിൻ്റെ ഉള്ളിൽ ഈ ഉപ്പ് തിന്നിട്ടാണ് പഞ്ചസാരയ്ക്ക് ഇതിൽ മധുരം ഉണ്ടെന്ന് പറയും. വെറുതെ പറയാമെന്ന് പറയും. വേഗം ഒരു പഞ്ചസാരക്കട്ട എടുത്ത് വായിലിട്ട് കൊടുത്തിട്ട് പറയും, തിന്നു നോക്കാൻ പറയും, ഇത് ഉപ്പ് തന്നെയാണ്, ഇതിനെന്ത് മധുരം, ഇത് ഉപ്പ് തന്നെ, ഇത് ഉപ്പിലെ കട്ട തന്നെ, വേറെ രീതി. പറഞ്ഞു നോക്കി വായി തുറക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ, ഇയാൾക്ക് വിശ്വാസമല്ലേ ഈ പറഞ്ഞത്, ഇതുകൊണ്ട് മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞത് വിശ്വാസമില്ലാണ്ട് വലിയൊരു ഉപ്പിൻ്റെ കട്ടിട്ടിട്ട് വായയുടെ സൈഡിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക. ഇത് അഥവാ തിന്നിട്ട് അപ്പോൾ അതിൻ്റെ രുചി തന്നെയാണ് അതിന് വരണതേ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ സമുദ്രത്തിൽ താന്ന് കിടക്കണ കാരണം നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ ശരീരം പല വിധത്തിൽ ചിലപ്പോൾ പല തരത്തിൽ നമ്മുടെ ശരീരം വെടിഞ്ഞു പോകുന്നുണ്ടാവും. അതൊക്കെ നമ്മുടെ ആ ശരീരത്തിൽ ആ ജീവൻ്റെ നിയോഗം തീർന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയത് ധരിക്കണ പോലെയാണ് ശരീരം പുതിയത് സ്വീകരിക്കുകയാണ്. ആ കാലചക്രത്തിൻ്റെ നിദാനം വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടരുത് എന്നെല്ലാം പറയണു. തത്വാമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥാകളത്രാദി വസ്തുന വേറൂപെടുന്നേരം ദുഃഖമില്ലേതുമേ, സ്വാഭേദമെന്നാൽ സുഖാവുമില്ലേതുമേ. ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തോരാസ്ഥാ ജ്ഞാനിനാമുള്ളതും ബന്ധാമെന്തിദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. ലഗ്നാംബുബിന്ദുവിൽ സമ്പദിച്ചിടുമായുസ് അതിനശ്വരം. ദേഹസ്ഥകർമ്മണ ഭിന്നയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളെ യൗവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയാനേകം പരൻ പരമൻ ശിവൻ. ഇഥാമനാരഥം ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെറ്റാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരാമേതമേതും വിഷാദമുണ്ടാകൊല.
ശ്രുത്വാ ഗുരുവചനം നൃപാനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രവൃത്യാമാത്യ സാദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതാ തോണി തന്നിൽ നിന്നാദരാപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനൻ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാവിലോദകം ദ്വാദശാവാസരെ ഭക്ത്യാ കഴിച്ചു ഇതു പിണ്ടവുമാതരാൽ വേദാപരായണന്മാരാം ദ്വിജാവലിക്ക ഗോദന ഗ്രാമരത്നാംബര ഭൂഷണാലേപനാതാംബൂലഭൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ച ആശീർവചനമാം ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ ജാനകി ലക്ഷ്മണ സംയുതാനായുടൻ ഗാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവാവീരനായൊരു ഭരതനും സനുജനുമായി വസിച്ചാനനുദിനം നാനാസഹസുജനത്തോടുവനാകുലം തത്രാവശിഷ്ട മുനീന്ദ്രൻ മുനീകുല സത്തമന്മാരായി വന്നു സഭാന്തികെ അർണോരുഹാസന സന്നിഭനം മുനി സ്വർണാസനെ മരുവിടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നുമേ മരുവിനാൻ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ സത്യസന്ധൻ തവാതന്റെ ശരതൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാൽ ഇനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ സദാ നിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരാവാസികളും അമാത്യരും ആനതേർക്കാലാൽ കുതിരപ്പടയോടും ആനകാശങ്കപടഹവാദ്യത്തോടും സോദരാഭൂസുരോ താപസാമന്ത മേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരാമാശു കൈകേഴിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലാപദങ്ങൾ ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസാവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാൻ ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ ജാനകി ജീവനസ്മരണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഭരതൻ ദശരഥൻ്റെ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണ്ടതുപോലെയൊക്കെ ചെയ്തു. പിന്നെ ആ ശത്രുഘ്നനോട് കൂടിയിട്ട് അങ്ങനെ കഴിയുമ്പോൾ ഒരിക്കൽ വസിഷ്ഠ മഹർഷി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയായാൽ പറ്റില്ല, രാജ്യം അഭിഷേകം എന്തായാലും ചെയ്യണം, രാജ്യത്തിന് അരാജകത്വം വരും, രാജാവില്ലാണ്ട് എത്ര ദിവസം ശത്രുക്കളൊക്കെ ഒന്ന് ആക്രമിക്കാൻ തുടങ്ങും, അപ്പോൾ രാജാവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയായാൽ പറ്റില്ല, രാജകത്വം ഉണ്ടാക്കാൻ പറ്റില്ല, അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കണം, അല്ലെങ്കിൽ പാപം ഉണ്ടാവും.
ഗുരുജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നന്മകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് രാജ്യം ഭാരം ഏൽക്കണം എന്ന് ചോദിക്കുക. പറയും എനിക്ക് ഈ രാജ്യമൊക്കെ കിട്ടിയിട്ട് എനിക്കെന്താ പ്രയോജനം, എനിക്ക് രാജ്യം വേണ്ട, ഇത് ജ്യേഷ്ഠൻ്റെ രാജ്യമാണ്, അത് ജ്യേഷ്ഠനുള്ളതാണ്. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നാളെ കാലത്ത് തന്നെ ഞാൻ വനത്തിൽ പോയിട്ട് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യണത്. അതിനു വേണ്ടിയിട്ട് മന്ത്രിമാരും ചതുരക്കപ്പടയും ശത്രുഘ്നനും ബ്രാഹ്മണരെ താപസരെ സാമന്തരെ തുടങ്ങിയിട്ടല്ല ജനങ്ങൾ, വാദ്യഘോഷങ്ങൾ, കൈകേയി ഒഴിച്ചുള്ള അമ്മമാരെ എല്ലാവരും കൂടിയിട്ട് വേണം പോവാൻ. ശ്രീരാമൻ എത്തുന്നത് വരെ ഞാൻ നിലത്തേക്ക് എടുക്കുള്ളൂ. കായും കിഴങ്ങൊക്കെ ഭക്ഷണമാക്കിയിട്ട് ഭസ്മം പൂച്ചിയിട്ട് മരവുരി ഉടുത്തിട്ടൊക്കെ താപസവേഷത്തിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ കഴിയുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്യത്ഭുതമായി, എല്ലാവർക്കും സന്തോഷമായി കേട്ടപ്പോൾ. കാരണം നല്ല കാര്യമാണ് പറഞ്ഞത്. ഇത് തോന്നിയത് അത്ഭുതം തന്നെയാണ്. നീയെ ഉത്തമനിൽ ഉത്തമനാണ്, അതുകൊണ്ടാണ് ഇത് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം അവിടെ സമർപ്പിക്കണം. നമുക്ക് ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. അടുത്ത ഭാഗം ശ്രീരാമസന്നിധിയിലേക്കുള്ള യാത്രയൊക്കെയാണ് ഇനിയുള്ളത്. അത് നാളെ പാരായണം ചെയ്ത് നാളത്തോടു കൂടിയിട്ട് അധ്യാത്മരാമായണത്തിൻ്റെ അയോധ്യാകാന്ഡം സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിലെ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ സമർപ്പിക്കാം. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്വര. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരിഴും ശുഭേ. തൊഴാം സർവേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സതയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവമുകർണയോ കർണികാരം. വിഭ്രദ്വാസ കനകകവിശം വൈജയന്തീം ചമാലം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥയാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോണ്ടിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ആരോടുമുള്ളിൽ പകയേശിടാതെ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗ
മാർഗത്തെ വെടിഞ്ഞിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം തീരേണമേ കൃഷ്ണമദീയ ജന്മം